അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളും കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ കറിയായിട്ട് വെക്കുന്നത് പരിപ്പ് കുത്തിക്കാച്ചിയത്. അപ്പോൾ പരിപ്പ് കുത്തിക്കാച്ചിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് ഞാൻ പരിപ്പ് ഇവിടെ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാം. അപ്പം ഞാൻ പരിപ്പ് കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാനൊരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക് നടുകീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് വേവാനുള്ള വെള്ളം നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു വെള്ളം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാതും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് കുക്കറിൽ വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതാ 3 വിസിൽ വന്ന് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതാ കണ്ട നന്നായി വെന്തുടഞ്ഞ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം, ഒന്ന് താളിച്ചെടുക്കണം. അതിന് എണ്ണ ചൂടായിട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേപ്പിലയും വറ്റൽമുളകും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ആ മുളകും പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളറ്, രസമുള്ളൊരു കളറ് വരും കേട്ടോ കറിക്ക്. അതിനാണ് ഞാൻ മുളകും പൊടി ഉപയോഗിക്കുന്നത്. എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട നല്ല രസമുള്ള ഒരു കളറ് വന്നു കഴിഞ്ഞു. അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പേരി എന്താ നോക്കിയാലോ. ഉപ്പേരി ഞാനിവിടെ പാവക്ക, കൈപ്പക്ക എന്നൊക്കെ പറയും, അതായിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനിതാ കയ്പ്പൊക്കെ ഞാൻ കയ്പ്പൊന്ന് മാറാനും പുളിവെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്, തേങ്ങ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാളയും പച്ചമുളകും വേപ്പിലയും ഉപ്പും ഒക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി, സവാള ഒന്ന് വഴറ്റി വന്നാൽ നമുക്ക് പാവക്ക ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെട്ടോ. അപ്പോൾ അത് കണ്ട ഇങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും മതി. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ആ കയ്പ്പ് രസം അറിയത്തേ ഇല്ല. പിന്നെ പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പേരി റെഡിയായി. ഇനി ഇവിടെ ഞാൻ മാന്തൾ വീട്ടിൽ ഉണക്കിയ മാന്തളാണ് ഉണക്കൽ. അതും പൊരിച്ചെടുത്താൽ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് വിശാലമായി കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇതാ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ഇതിൽ ചെയ്ത വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നറിയാം. എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണേ.